2030 കൂടിയിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളായി മാറാൻ പോവാണ് കേട്ടാ. നിങ്ങൾ നോക്കിക്കോ. അതുപോലെ തന്നെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് വില കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുവിധം കമ്പനികളൊക്കെ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വരെ അതായത് ഇറക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് റേറ്റ് കുറവിന് നല്ലൊരു റേഞ്ച് ഉള്ള നല്ല ഓട്ടോറിക്ഷകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓട്ടോറിക്ഷ എടുക്കാൻ എങ്ങനെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും CNG വണ്ടി എടുക്കരുത്. അതുപോലെ തന്നെ ഡീസൽ വണ്ടി മാക്സിമം കുറയ്ക്കാൻ നോക്കുക. എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇലക്ട്രിക് വണ്ടി എടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം അതിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. വേറെ ഒന്നല്ല, മെയിൻ്റനൻസ് കുറവാണ് ഏറ്റവും വലിയത്. നമ്മളൊരു വണ്ടി എടുത്ത് സർവീസിന് കൊണ്ടുപോകുമ്പോൾ ലോകത്തില്ലാത്ത പൈസ പറയുന്ന സർവീസ് സെന്ററുകൾ ഉണ്ട്. ഇതാകുമ്പോൾ അധികം പൈസ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കുന്നത് റീസെയിൽ വാല്യൂ ആണ്. ആ ഒരു കാര്യം നോക്കുക വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഇത്ര രൂപയ്ക്ക് അത് ഓടാം എന്നുള്ളൊരു ഇതിലൊരു 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അതിനൊരു റിട്ടേൺ ഉണ്ട്. അതായത് നമ്മളൊരു ഒരു 3.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ നിന്നൊരു റിട്ടേൺ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു പുതിയ ഡീസൽ ഓട്ടോറിക്ഷയോ CNG മേടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് കൂടുതലാണ്. അതിന്മേൽ വരുന്ന വർക്കുകൾ, പിന്നെ ഡീസൽ ചെലവ്, ഇതൊക്കെ നമുക്ക് ചെലവാണ്. ഇതൊന്നുമില്ലാതെ പിന്നെ കറണ്ടിന്റെ കാര്യം പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സോളാർ പാനൽ നിർബന്ധമായും നമ്മുടെ വീടുകളിൽ വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ഓട്ടോറിക്ഷ എടുക്കുക. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ എടുത്തതിന് ശേഷം ആയാലും ഒരു സോളാർ പാനൽ EMI വഴി ആയാലും നമ്മൾ സ്ഥാപിക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് കാര്യങ്ങൾ ഒന്നും കൂടി ലാഭകരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീസൽ അടിക്കുന്ന പൈസ മതി നമുക്ക് ഈ സോളാർ EMI അടയ്ക്കാൻ. ഈ സോളാർ EMI അടയ്ക്കും ചെയ്യാം. നമുക്ക് നമ്മുടെ വണ്ടിയുടെ ലാഭവിഹിതം നമുക്ക് എടുക്കുകയും ചെയ്യാം. നമ്മുടെ കുടുംബത്തെ കറണ്ടിന്റെ ചെലവ് പോലും ഇതിൽ നടന്നു പോകും. അത് കാരണം കൊണ്ടാണ് പറയുന്നത് ഏറ്റവും ബെറ്റർ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവും, ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടാനായിട്ട് ഇതിന് ഒരു ഓട്ടം വേണം. അതിൽ നിങ്ങൾ പേടിക്കണ്ട. വേറെ ഒന്നല്ല, നമുക്ക് ഈ ഓൺലൈൻ ആപ്പുകൾ ഉണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്താൽ തന്നെ നമുക്ക് ഓൾറെഡി ഓട്ടം ആയി. അപ്പൊ നല്ല നഗരങ്ങളിലും പോയി അതോടെ ആപ്പും ഓണാക്കി നമ്മൾ പിടിക്കാൻ കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ വരാനും തുടങ്ങും. നല്ലൊരു വരുമാന സാധ്യതയാണ്. അപ്പൊ ഇനി വരും വർഷങ്ങളിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ കാലഘട്ടമായി മാറാൻ പോവാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് EV നല്ലൊരു ഓട്ടോറിക്ഷ സെലക്ട് ചെയ്യാൻ ശ്രമിക്കും.